നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. ഈ വീഡിയോ ഇടവൻ രാശിയിൽ ജനിച്ച കാർത്തിക, രോഹിണി, മകീര്യൻ നക്ഷത്രക്കാർക്ക് വേണ്ടിയുള്ളതാണ്. ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളെക്കുറിച്ച് ഞാൻ എന്തിനാണ് പ്രത്യേകം പറയുന്നതെന്ന് വെച്ചാൽ, ഈ മാസങ്ങളിൽ വ്യാഴത്തിന്റെ മഹാപരിവർത്തനം സംഭവിക്കാൻ പോകുന്നു. വ്യാഴത്തോടൊപ്പം മറ്റു ഗ്രഹങ്ങളുടെയും സ്ഥാനം എങ്ങനെയുണ്ട്, അവ നിങ്ങൾക്ക് എത്രത്തോളം ഗുണകരമാണ് അല്ലെങ്കിൽ ദോഷകരമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി പറഞ്ഞു തരാം. നിങ്ങളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, പ്രണയം, കരിയർ എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ ഇവിടെ ചർച്ച ചെയ്യും. ഈ പ്രവചനങ്ങൾ നിങ്ങളുടെ ജന്മരാശിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. 2026 ഏപ്രിൽ മാസത്തിലെ ഇടവൻ രാശിക്കാരുടെ ഗ്രഹനില പരിശോധിച്ചാൽ ഈ കാലയളവിൽ പ്രധാന ഗ്രഹങ്ങൾ നിങ്ങളുടെ ജാതകത്തിലെ ഏതൊക്കെ ഭാവങ്ങളിലായാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് നോക്കാം. ധനത്തിന്റെയും കുടുംബത്തിന്റെയും സ്ഥാനമായ 2ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. ഇത് സാമ്പത്തികമായ ഉന്നതിയെ സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ കർമ്മരംഗത്തെ അഥവാ ജോലിയെ സൂചിപ്പിക്കുന്ന 10ാം ഭാവത്തിലാണ് ബുധനും രാഹുവും സ്ഥിതി ചെയ്യുന്നത്. നേട്ടങ്ങളുടെ സ്ഥാനമായ 11ാം ഭാവത്തിൽ സൂര്യൻ, ശനി, ചൊവ്വ എന്നീ 3 ശക്തരായ ഗ്രഹങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നു. കേതു 4ാം ഭാവത്തിലും ശുക്രൻ 12ാം ഭാവത്തിലുമാണ് ഏപ്രിൽ ആദ്യം നിലകൊള്ളുന്നത്. ഇടവൻ രാശിയുടെ അധിപൻ ശുക്രനാണ്. ഏപ്രിൽ 19 വരെ ശുക്രൻ 12ാം ഭാവത്തിലായിരിക്കും. എന്നാൽ ഏപ്രിൽ 19-ന് ശുക്രൻ നിങ്ങളുടെ ജന്മരാശിയിലേക്ക് പ്രവേശിക്കുന്നു. ഒരു രാശിയുടെ അധിപൻ ആ രാശിയിൽ തന്നെ വന്നു നിൽക്കുന്നത് വലിയൊരു ഗുണമാണ്. ഇത് നിങ്ങളുടെ ശരീരത്തിന് ഒരു പുതിയ ഊർജം നൽകും. വിട്ടുമാറാത്ത അസുഖങ്ങളുള്ളവർക്ക് ഈ സമയത്ത് പെട്ടെന്ന് ആശ്വാസം ലഭിക്കുകയും മരുന്നുകൾ ഫലിച്ചു തുടങ്ങുകയും ചെയ്യും. ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നത് വഴി കൂടുതൽ ഉന്മേഷം അനുഭവപ്പെടും. മെയ് 14-ന് ശുക്രൻ നിങ്ങളുടെ രാശിയിൽ നിന്ന് മാറി 2ാം ഭാവത്തിലേക്ക് കടക്കുന്നു. 2ാം ഭാവം എന്നത് കുടുംബത്തെയും വാക്കുകളെയും സൂചിപ്പിക്കുന്നതാണ്. ശുക്രന്റെ ഈ മാറ്റം നിങ്ങളുടെ സംസാരത്തിൽ കൂടുതൽ മാധുര്യവും വ്യക്തതയും കൊണ്ടുവരും. ആളുകളുമായി സംസാരിക്കുമ്പോൾ അവർക്ക് നിങ്ങളോട് കൂടുതൽ മതിപ്പ് തോന്നും. കുടുംബാംഗങ്ങളുടെ പൂർണ്ണ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണിത്. വീട്ടിൽ എന്തെങ്കിലും സന്തോഷ വാർത്തകൾ കേൾക്കാനോ എല്ലാവരും ചേർന്ന് ഉല്ലാസയാത്രകൾ പോകാനോ ഈ സമയം വഴിതെളിക്കും. ഗ്രഹങ്ങൾ അനുകൂലമാണെങ്കിലും ചില ചെറിയ മുൻകരുതലുകൾ എടുക്കുന്നത് നല്ലതാണ്. ഏപ്രിൽ 19-ന് മുൻപുള്ള സമയം ചെറിയ തോതിലുള്ള ജലദോഷം, ചുമ, തൊണ്ടവേദന എന്നിവ വരാൻ സാധ്യതയുണ്ട്. മെയ് 15 വരെയുള്ള സമയം ചർമ്മ സംബന്ധമായ അസുഖങ്ങൾ അല്ലെങ്കിൽ അണുബാധകൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വ്യക്തി ശുചിത്വം പാലിക്കുന്നതിലും പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലും ജാഗ്രത പുലർത്തുക. ഇടവൻ രാശിക്കാരായ വിദ്യാർത്ഥികൾക്കും ജോലി അന്വേഷിക്കുന്നവർക്കും വളരെ അനുകൂലമായ മാറ്റങ്ങളാണ് ഈ കാലയളവിൽ വരാൻ പോകുന്നത്. ജ്യോതിഷത്തിൽ ബുദ്ധിശക്തിയെയും വിദ്യാഭ്യാസത്തെയും നിയന്ത്രിക്കുന്നത് ബുധനാണ്. ഇടവൻ രാശിക്കാരുടെ കാര്യത്തിൽ പഠനത്തിന്റെ, അതായത് 5ാം ഭാവാധിപനായ ബുധൻ അനുകൂല സ്ഥാനത്ത് നിൽക്കുന്നത് ഗ്രഹണശക്തിയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കാൻ സഹായിക്കും. കടുപ്പമേറിയ വിഷയങ്ങൾ പോലും പെട്ടെന്ന് പഠിച്ചെടുക്കാൻ ഈ സമയം നിങ്ങൾക്ക് സാധിക്കും. ഏപ്രിൽ 14-ന് സൂര്യൻ നിങ്ങളുടെ 12ാം ഭാവത്തിലേക്ക് മാറുകയാണ്. പൊതുവെ സൂര്യന്റെ ഈ മാറ്റം സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ വിജയം നൽകുന്ന ഒന്നാണ്. PSC പരീക്ഷകളോ മറ്റ് മത്സര പരീക്ഷകളോ എഴുതുന്നവർക്ക് ഏപ്രിൽ 14-ന് ശേഷമുള്ള സമയം വളരെ മികച്ചതാണ്. ഈ സമയത്ത് നിങ്ങളുടെ പരീക്ഷാ കേന്ദ്രം സ്വന്തം നാട്ടിൽ നിന്നോ വീട്ടിൽ നിന്നോ ദൂരെയുള്ള സ്ഥലത്താണെങ്കിൽ അവിടെ പോയി പരീക്ഷ എഴുതുന്നത് കൂടുതൽ വിജയ സാധ്യത നൽകുമെന്ന് ഗ്രഹനിലകൾ സൂചിപ്പിക്കുന്നു. ദൂരയാത്രകൾ പഠനകാര്യങ്ങൾക്കായി നടത്തുന്നത് ഗുണകരമാകും. ഭാഗ്യത്തിന്റെ ഗ്രഹമായ വ്യാഴം ജൂൺ 2-ന് നിങ്ങളുടെ 3ാം ഭാവത്തിലേക്ക് മാറുന്നു. വ്യാഴത്തിന്റെ ഈ മാറ്റം നിങ്ങളുടെ ആത്മവിശ്വാസവും ധൈര്യവും വർദ്ധിപ്പിക്കും. നിങ്ങൾ ഇതുവരെ ചെയ്ത കഠിനാധ്വാനത്തിന് അർഹമായ ഫലം ലഭിക്കുന്ന സമയമാണിത്. നിങ്ങൾ പരീക്ഷ എഴുതി ഫലം കാത്തിരിക്കുകയാണെങ്കിൽ 90% അത് നിങ്ങൾക്ക് അനുകൂലമാകാൻ സാധ്യതയുണ്ട്. മികച്ച മാർക്കോടെ വിജയിക്കാനും ഉന്നത പഠനത്തിന് അവസരം ലഭിക്കാനും ഈ ഗ്രഹമാറ്റം സഹായിക്കും. വിദ്യാഭ്യാസത്തിനു പുറമെ ചില പ്രത്യേക തൊഴിൽ മേഖലകളിലുള്ളവർക്കും ഈ സമയം വലിയ പുരോഗതി ഉണ്ടാകും. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഫ്രീലാൻസിംഗ് തുടങ്ങിയ ഓൺലൈൻ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പ്രോജക്റ്റുകൾ ലഭിക്കും.
സാമൂഹിക സേവന രംഗത്ത് നിൽക്കുന്നവർക്ക് ജനസമ്മതി വർദ്ധിക്കും. വിദേശ വ്യാപാരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക ലാഭവും ബിസിനസ് വളർച്ചയും ഈ കാലയളവിൽ പ്രതീക്ഷിക്കാം. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 2026 ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള മാസങ്ങൾ ബന്ധങ്ങളുടെ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഏപ്രിൽ മാസത്തിന്റെ ആദ്യ വാരങ്ങളിൽ പ്രണയബന്ധങ്ങളിൽ ചില തെറ്റിദ്ധാരണകൾ വരാൻ സാധ്യതയുണ്ട്. ഏപ്രിൽ 20 വരെ നിങ്ങളുടെ പങ്കാളി വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് പിണങ്ങിയെന്ന് വരാം. ഇതൊന്നും വലിയ പ്രശ്നമല്ലെങ്കിലും ആ സമയത്ത് സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുന്നത് ബന്ധം വഷളാകാതിരിക്കാൻ സഹായിക്കും. ഏപ്രിൽ 20 മുതൽ മെയ് മാസം അവസാനം വരെ നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ വളരെ നല്ല സമയമാണ്. പഴയ പിണക്കങ്ങളെല്ലാം മാറി പരസ്പരം കൂടുതലെടുക്കാനും സ്നേഹിക്കാനും ഈ സമയം സഹായിക്കും. പ്രണയിക്കുന്നവർക്കും വിവാഹിതർക്കും ഈ കാലയളവ് സന്തോഷം നൽകുന്ന ഒന്നായിരിക്കും. മെയ് 11 മുതൽ ജൂൺ 21 വരെയുള്ള സമയം സ്വക്ഷേത്ര ബലവാനായ ചൊവ്വ നിങ്ങളുടെ 12ാം ഭാവത്തിൽ നിൽക്കുന്നു. ചൊവ്വയുടെ ഈ നിൽപ്പ് പങ്കാളിയോടൊപ്പം ഒരു യാത്ര പോകാൻ നിങ്ങൾക്ക് അവസരം നൽകും. അത് നിങ്ങളുടെ നാടിന് പുറത്തേക്കോ വിദേശത്തേക്കോ അല്ലെങ്കിൽ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള തീർത്ഥാടനമോ ആകാം. ഇത്തരം യാത്രകൾ നിങ്ങളുടെ ബന്ധത്തിന് പുതിയ ഉണർവ് നൽകും. ചൊവ്വ 12ാം ഭാവത്തിൽ ബലവാനായി നിൽക്കുന്നത് വിപരീത രാജയോഗമെന്ന ഗുണകരമായ അവസ്ഥയുണ്ടാക്കുന്നു. ഇത് എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ച് മുന്നേറാൻ നിങ്ങളെ സഹായിക്കും. വിവാഹം ആലോചിക്കുന്നവർക്ക് ജൂൺ 2 ശേഷം വളരെ അനുകൂലമായ സമയമാണ്. മുടങ്ങിപ്പോയ വിവാഹാലോചനകൾ പുനരാരംഭിക്കാനോ അല്ലെങ്കിൽ വിവാഹം ഉറപ്പിക്കാനോ ഉള്ള ഏറ്റവും നല്ല സമയം ജൂൺ ആദ്യവാരമാണ്. ജൂൺ മാസം മൊത്തത്തിൽ നോക്കിയാൽ നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ കലർന്ന ഒരു മിശ്ര ഫലമായിരിക്കും നിങ്ങൾക്ക് അനുഭവപ്പെടുക. ജൂൺ 21 ശേഷം ചൊവ്വ നിങ്ങളുടെ ജന്മരാശിയിലേക്ക് പ്രവേശിക്കും. ചൊവ്വ ജന്മരാശിയിൽ വരുമ്പോൾ നിങ്ങളിൽ സ്വാഭാവികമായും ദേഷ്യം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഈ ദേഷ്യം കാരണം നിങ്ങളുടെ ജീവിത പങ്കാളിയോട് അനാവശ്യമായി വഴക്കിടാനിട വരും. സ്വന്തം തെറ്റുകൾ കൊണ്ട് ബന്ധം വഷളാകാതിരിക്കാൻ ജൂൺ പകുതിക്ക് ശേഷം ആത്മനിയന്ത്രണം പാലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇടവൻ രാശിക്കാർക്ക് 2026 ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള സമയം തൊഴിൽപരമായി വലിയ മാറ്റങ്ങൾക്കും പുരോഗതിക്കും സാധ്യതയുള്ള കാലമാണ്. ഇടവൻ രാശിക്കാരുടെ ഭാഗ്യത്തെയും തൊഴിലിനെയും നിയന്ത്രിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹം ശനിയാണ്. നിലവിൽ ശനി നിങ്ങളുടെ ജാതകത്തിലെ 11ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ജ്യോതിഷത്തിൽ 11ാം ഭാവം എന്നത് ലാഭസ്ഥാനം അഥവാ നേട്ടങ്ങളുടെ സ്ഥാനമാണ്. ശനി ഇവിടെ നിൽക്കുന്നത് നിങ്ങളുടെ കരിയറിൽ സ്ഥിരതയും സാമ്പത്തികമായ ഉന്നതിയും നൽകും. ജോലിയിൽ വലിയൊരു മാറ്റം പ്രതീക്ഷിക്കുന്നവർക്ക് ജൂൺ 2 ശേഷമുള്ള സമയം വളരെ ഗുണകരമാണ്. ജൂൺ മാസം തുടങ്ങുന്നതോടെ ജോലിയിൽ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കാനും അർഹമായ സ്ഥാനക്കയറ്റം ലഭിക്കാനും സാധ്യതയുണ്ട്. വരുമാനം വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ ഇതുവരെ നിയന്ത്രിക്കാൻ കഴിയാതിരുന്ന അനാവശ്യ ചെലവുകൾ കുറയ്ക്കാനും പണം സമ്പാദിച്ചു വെക്കാനും ഈ സമയത്ത് നിങ്ങൾക്ക് സാധിക്കും. മെയ് 11 വരെ ശനിയും ചൊവ്വയും ഒരേ ഭാവത്തിൽ ഒന്നിച്ചു നിൽക്കുന്നുണ്ട്. ഇത് ജോലിസ്ഥലത്തെ നിങ്ങളുടെ പെരുമാറ്റത്തെ ബാധിച്ചേക്കാം. മെയ് 11 വരെ നിങ്ങൾ അറിയാതെ തന്നെ ഉള്ളിൽ ഒരുതരം ഈഗോ അല്ലെങ്കിൽ അധികാരം കാണിക്കാനുള്ള പ്രവണതയുണ്ടായേക്കാം. ഇത് കാരണം സഹപ്രവർത്തകരുമായോ മേലുദ്യോഗസ്ഥരുമായോ ഉള്ള ബന്ധം വഷളാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ സമയത്ത് വിട്ടുവീഴ്ച മനോഭാവം കാണിക്കുന്നതും തർക്കങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതും കരിയറിന് നല്ലതാണ്. നിങ്ങൾ നിലവിലുള്ള ജോലി മാറാനോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറ്റത്തിനോ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങൾ അതിന് വളരെ അനുയോജ്യമാണ്. ഭാഗ്യഗ്രഹങ്ങളുടെ പിന്തുണയുള്ളതിനാൽ ഇത്തരം ശ്രമങ്ങൾ വിജയത്തിൽ കലാശിക്കും. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്കും ഈ സമയം ലാഭകരമാണ്. പ്രത്യേകിച്ച് ചില മേഖലകളിലുള്ളവർക്ക് വലിയ മുന്നേറ്റമുണ്ടാകും. ഇ കൊമേഴ്സ്, ഡിജിറ്റൽ സേവനങ്ങൾ എന്നിവ ചെയ്യുന്നവർക്ക് പുതിയ ഉപഭോക്താക്കളെ ലഭിക്കും. കമ്മ്യൂണിക്കേഷൻ രംഗത്തോ പരസ്യ മേഖലയിലോ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച ലാഭമുണ്ടാക്കുവാൻ സാധിക്കും. വസ്ത്രവ്യാപാരം, ബ്യൂട്ടി പാർലറുകൾ, ഫാഷൻ ഡിസൈനിങ് എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഈ 3 മാസങ്ങൾ വലിയ സാമ്പത്തിക നേട്ടം നൽകും. ശുഭാപ്തി വിശ്വാസത്തോടെ ഈ ഗ്രഹമാറ്റങ്ങളെ വരവേൽക്കുക. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹമായ ഫലം ലഭിക്കുന്ന സമയമാണിത്.
ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഹരി ഓം.